2025 മെയ് 7 ചരിത്രത്തിൽ ഈ ദിവസം സിന്ദൂര രേഖയായി അടയാളപ്പെടുത്തും. തീവ്രവാദികളുടെ രക്തം കൊണ്ടെഴുതിയ അടയാളം ഓപ്പറേഷൻ സിന്ദൂർ. ഈ പേരിട്ടത് സാക്ഷാൽ മോദി തന്നെ. പോരാട്ടം അവസാനിച്ചിട്ടില്ല. അതിർത്തിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം തുടരുകയാണ്. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഒഴിപ്പിക്കൽ ഉത്തരവ് വന്നിരിക്കുന്നു. ഇന്ത്യ പാക് സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ LOCയിൽ എന്താണ് സംഭവിക്കുന്നത്? ഏപ്രിൽ 22-ന് പേൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് നേരിട്ടുള്ള മറുപടിയായിരുന്നു ഇന്ന് പുലർച്ചെ 1:44-ന് ഇന്ത്യ നൽകിയത്. പാകിസ്ഥാനിലെയും പാക് ഒക്കുപൈഡ് കാശ്മീരിലെയും 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. ഏപ്രിൽ 22-ന് പേൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് കൃത്യം 14 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഇന്ത്യൻ സൈന്യം, നാവികസേന, വ്യോമസേന ഉൾപ്പെട്ട സംയുക്ത ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. A precise and restrained response that was designed to be non-escalatory in nature. സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കൃത്യവും സംയമനപരവുമായ മറുപടിയാണ് തങ്ങൾ നൽകിയതെന്ന് ഇന്ത്യ പറഞ്ഞു. അതും പേൽഗാമിലെ ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിലെ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്ന ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും ഇന്ത്യൻ സൈന്യം പറയുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനിടയിൽ LOCയിലെ സ്ഥിതിഗതികൾ ഒന്ന് പരിശോധിക്കാം. ഓപ്പറേഷൻ സിന്ദൂറിനോട് പാക് പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയിൽ തീവ്രമായ മോർട്ടാർ ഷെല്ലാക്രമണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് 10 സാധാരണക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു. 20 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂഞ്ചിലെ കൃഷ്ണഘാട്ടി, ഷാപൂർ, മാൻകോട്ട് പ്രദേശങ്ങളിലും അതുപോലെ രജൌരി ജില്ലയിലെ ലാം, മഞ്ചക്കോട്ട്, ഗംഭീർ, ബ്രാഹ്മണ എന്നിവിടങ്ങളിലും മോർട്ടാർ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. പൂഞ്ചിലെയും രജൌരിയിലെയും ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഷെല്ലാക്രമണം നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടാക്കുകയും അതുപോലെ താമസക്കാരെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. 2 CRPF ജവാന്മാർക്ക് പരിക്കേറ്റെങ്കിലും അവരുടെ നില തൃപ്തികരമാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. രാവിലെ വരെ ഷെല്ലാക്രമണം തുടർന്നതിനാൽ പൂഞ്ച്, രജൌരി, കുപ്വാര എന്നിവിടങ്ങളിലെ സ്കൂളുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. കഴിഞ്ഞ 2 ആഴ്ചയായി 2-3 സെക്ടറുകളിൽ പാകിസ്ഥാൻ സൈന്യം ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവയ്പ് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ സമീപ ദിവസങ്ങളിൽ ജമ്മു കാശ്മീരിലെ മുഴുവൻ നിയന്ത്രണ രേഖയിലും ആക്രമണം വ്യാപിച്ചു. ഭീംബർഗ്യാലി സെക്ടറിൽ പാകിസ്ഥാൻ സൈന്യം പീരങ്കികൾ പ്രയോഗിച്ചതായി ഇന്ത്യൻ സൈന്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇത് മറ്റൊരു വെടിനിർത്തൽ ലംഘനമാണെന്നും സൈന്യം വ്യക്തമാക്കി. ഒപ്പം ഇന്ത്യൻ സൈന്യം പ്രിസിഷൻ സ്ട്രൈക്സ്, അതായത് ക്രമീകരിച്ച രീതിയിലുള്ള സ്ട്രൈക്സ് ആണ് നടത്തിയതെന്നും അറിയിച്ചു. ഉറിയിൽ രാത്രി 11 മണിയോടെയാണ് ഷെല്ലാക്രമണം ആരംഭിച്ചതെന്നും നിരവധി ഷെല്ലുകൾ ജനവാസ മേഖലകളിൽ പതിച്ചതായും താമസക്കാർ പറഞ്ഞു. ഷെല്ലാക്രമണത്തിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, തീപിടിച്ചു. പിന്നാലെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തുവെന്നും ചില പ്രദേശവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത ശേഷം ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റാൻ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഡെപ്യൂട്ടി കമ്മീഷണർമാരോട് ആവശ്യപ്പെട്ടു. താൻ വ്യക്തിപരമായി നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ സജ്ജമാണെന്നും സിൻഹ ഉറപ്പു നൽകി. ഒപ്പം മാറ്റി പാർപ്പിക്കുന്നവർക്ക് ഭക്ഷണം, ഗതാഗതം, താമസം എന്നിവ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ചീഫ് സെക്രട്ടറി അതുൽ ദുള്ളു ഉൾപ്പെടെയുള്ള മുതിർന്ന സിവിൽ ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഒരു അവലോകന യോഗം നടത്തി. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തതിനെ തുടർന്ന് നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിനെ അഭിമാനത്തിന്റെ നിമിഷമെന്ന് വിശേഷിപ്പിച്ചു. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ ഒരു നടപടിയെ യുദ്ധപ്രവൃത്തി എന്ന് വിളിക്കുകയും ഉചിതമായ മറുപടി നൽകാനുള്ള അവകാശം പാകിസ്ഥാനിൽ നിക്ഷിപ്തമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന ചിത്രം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു. അതിൽ പേൽഗാം ടെറർ അറ്റാക്ക് എന്ന ഹാഷ്ടാഗും നീതി നടപ്പാക്കപ്പെട്ടു, ജയ് ഹിന്ദ് എന്ന സന്ദേശവും ഉണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കില്ല, പോയി മോദിയോട് പറയൂ എന്ന് പറഞ്ഞവർ ഓർക്കുക. മോദി പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ ആദ്യത്തെ മറുപടി.